എന്താ ഉദ്ദേശം? വീട്ടിലില്ലേ? കെട്ടിയനൊന്ന് സഹായിച്ചൂടെ? ഈശ്വര, എന്താണ്? അതെ, ഇടയ്ക്കൊന്ന് അങ്ങനെ ശ്രദ്ധിച്ചൂടെ? ഞാൻ അവിടെ ഇരിക്കാന്ന് കാണാൻ കൃമികടിയല്ലേ. ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു രസം ഉണ്ടായി. വാവക്കുട്ടി വാഷ് ബേസിന്റെ മുകളിൽ പോയിട്ട് തലയിടിച്ചു. അവളുടെ ഹൈറ്റിനാണല്ലോ. എനിക്ക് അറിയാൻ പാടില്ല. 1 മാസം 1.5 മാസത്തിന്റെ മുകളിലായി. ഇതിനു മുമ്പ് ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് കുറച്ച് പൈസ കിട്ടാണ്ട് എന്നുള്ളൊരു കാര്യം. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ വാങ്ങാൻ പോകുന്നത് ചിക്കനാണ്. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാവും, വായിൽ വെക്കാൻ കൊള്ളാവോ ഒന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സാധനം ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നലെ രാത്രി ഗംഭീര മഴ, ഇടിമിന്നൽ വേറെ. നോക്കിയ റോഡിൻ്റെ അവസ്ഥ, ചളി കുളമായിട്ടിരിക്കുന്നത്. ഒരു മഴ പെയ്താൽ ഇതൊക്കെയാണ് ചെന്നൈയിലത്തെ അവസ്ഥ. ഇലക്ഷൻ എടുത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട് റോഡ് പണി നടക്കാനുള്ള ചാൻസ്. ഈ റോഡ് നന്നാക്കാൻ പോവാണ് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ റോഡൊന്ന് നന്നാവണമെങ്കിലോ നാട്ടിലൊരു വികസനം വരണമെങ്കിലോ ഇലക്ഷൻ വരണമല്ലോ. വീട്ടിലെത്തിയിട്ട് ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഞാനൊരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല, അത് ഇതാണ് കിസാൻ്റെ ഫ്രഷ് ടൊമാറ്റോ കെച്ചപ്പ്. ഈ ഫോട്ടോ കാണുമ്പോൾ നമ്മളെന്താ കരുതുക, ഭയങ്കര ഫ്രഷ് തക്കാളിയാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് എന്നുള്ളതല്ലേ. വെറും 15 രൂപയ്ക്ക്. ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്നത് കൂടി വായിച്ച് നോക്കിയേ. അതായത് ഇതിനകത്തുള്ള സാധനവും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഇതിൻ്റെ ഒരു പേര് മാത്രമാണ് ഫ്രഷ് ടൊമാറ്റോ കെച്ചപ്പ് എന്നുള്ളത്. അവരുടെ ബ്രാൻഡ് നെയിം പോലെ വെച്ചിരിക്കുകയാണ്. അകത്തുള്ള സാധനമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറേ കെമിക്കലാണ് നമ്മൾ അകത്താക്കണത് എന്നുള്ളതാണ് ചുരുക്കം. പക്ഷെ നമ്മൾ കുറച്ച് ചേർക്കുകയാണെങ്കിൽ വലിയ കേടൊന്നുമില്ല, നമ്മുടെ ബോഡി അതിനെയൊക്കെ സോൾവ് ചെയ്തോളും. എന്താ ഇപ്പം രണ്ടാളും കൂടി ഇവിടെ കിടന്ന് കിണങ്ങുന്നത്? എന്താണ് അമ്മേനെ സോപ്പിടുന്നത്? എന്ത് കിട്ടാനാണ്? വയറ് വേനിക്കുന്നുണ്ടോ? അത് ഈ കുക്കർ എടുത്തിട്ട് വെയിറ്റോട് കൂടി തൂക്കി വെച്ചിട്ടാ വയറ് വേനിക്കുന്നത്. സ്വത്തം കഴിച്ചോ? കഴിച്ചിട്ട് വെള്ളം കുടിച്ചോ? കുറച്ച് നല്ല വെള്ളം കുടിക്കട്ടോ. അപ്പി നന്നായിട്ട് കൊണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കണം. ഇനി ഇതുകൊണ്ട് നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. റോസ്റ്റിനകത്ത് നമ്മൾ പൊതുവെ തക്കാളി ഇടാറില്ലാത്തതാണ്, ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല. പക്ഷെ നമ്മളൊരു വെറൈറ്റിക്ക് 1-2 ഇടുന്നുണ്ട്, ഒരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല സ്മാഷ് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത്. കാണുന്നില്ല, നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. വാവക്കുട്ടി മുത്തച്ഛനായിട്ട് വീഡിയോ കോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർട്ടൂൺ അവിടെ ഓടുന്നു, ഇവിടെ അമ്മ അരിഞ്ഞുണ്ടാക്കണു. അമ്മു സവാള അരിയുന്നു, ഞാൻ മുളക് അരിയുന്നു. സത്യം പറയാലോ ഇന്ന് എല്ലാവരും കൂടി ഉള്ള ദിവസമാണ്. അതുകൊണ്ട് കുക്കിംഗ് എൻ്റെ തലയിലാവില്ല, ഇല്ലെങ്കിൽ മൊത്തം ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കണം. എനിവേ താങ്ക് യു. നമ്മൾ ഈ വീഡിയോ ആണ് നോക്കിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഷാൻ ജിയോ എന്ന് പറയുന്ന ആളുടെ ചാനലിലെ വീഡിയോ ആണിത്. ചിക്കൻ റോസ്റ്റ് ആണത്. തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഈ റോസ്റ്റിന് കുറച്ച്. ഇതുപോലെ ഒരു വീഡിയോ നോക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യണമെന്നുള്ള സൗകര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് കുറവാണ്. മാത്രമല്ല ഷാൻ ജിയോൻ്റെ റെസിപ്പികൾ കുറച്ചുകൂടി ഈസിയാണ്, കംഫർട്ടബിൾ ആണ്. നമ്മൾ പ്രതീക്ഷിച്ച ടേസ്റ്റ് വരും. ബാക്കിയുള്ള ചില ആൾക്കാരുണ്ടാക്കുന്നത് നോക്കി ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം 8 നില പൊട്ടിയിട്ടുണ്ട്. ഒരു ടേസ്റ്റും ഇല്ല, വായിലേ വെക്കാൻ കൊള്ളൂല. അത് അവരുണ്ടാക്കിയത് ചിലപ്പോൾ അങ്ങനെ തന്നെയാണ് ഔട്ട്പുട്ട് വന്നതെന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ അവരുടെ ടേസ്റ്റ് ഉണ്ടാവും, എനിക്ക് വർക്കായിട്ടില്ല. എനിക്ക് ഷാൻ ജിയോ എന്ന് പറയുന്ന ചാനലിൽ ഇടുന്ന പല റെസിപ്പികളും അത്യാവശ്യം ഒരു അബവ് ആവറേജ് എന്തായാലും ടേസ്റ്റ് ഗ്യാരണ്ടി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാനൊരു എന്താ പറയുക ബോൺ കുക്കിംഗ് ഷെഫല്ല. എനിക്ക് കുക്കിംഗ് പരിപാടി ഒന്നും അറിയാൻ പാടില്ല. ഞാൻ അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് പഠിച്ചെടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സൂപ്പർ കേട്ടോ, നല്ല മണം. ഓ, കുട്ടി ഇപ്പൊ തന്നെ വിശക്കുണ്ടെന്ന് ചോദിക്കാൻ തുടങ്ങി. വായന് വെള്ളം ഊറ്റിട്ടേ. ആഹാ, ചിക്കൻ റോസ്റ്റ് ആണ് ഗൈസ്. ഇതിൽ എന്തൊക്കെയാ ഉള്ളത്? ഇതിലിപ്പോ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, പിന്നെ ഉള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റണല്ലേ. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 തക്കാളി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇടും. എന്നിട്ട് വേറെ എന്തൊക്കെയാണ് എടുക്കേണ്ടത്? വേറെന്താ, എല്ലാം കൂടി ഇടുക. നമ്മൾ വീഡിയോ നോക്കി അങ്ങനെ ഉണ്ടാക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. സിമ്പിൾ ടെക്നിക്ക്. എന്നാലും ഷാൻജിയുടെ സൂപ്പർ ആട്ടോ, ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ആഹാ, അപ്പം നല്ല മണം. അപ്പോൾ ഇന്ന് എനിക്ക് ലീവായിരുന്നു. അപ്പോൾ എന്തെങ്കിലും നോൺ വെജ് ഉണ്ടാക്കണമെന്ന് തോന്നി. പേട്ടൻ പറഞ്ഞ് ഇതുപോലെ ഉണ്ടാക്കാണ്ട്, അങ്ങനെ വാങ്ങിച്ചതാണ്. ചിക്കനാണ്.
എന്താണ് ചിക്കൻ റോസ്റ്റ് അല്ലേ? ചിക്കൻ റോസ്റ്റ് പാതിയിലെത്തിയിരിക്കുകയാണ്. കുറച്ച് നേരത്തെ കൂടി പണിയുണ്ട്. ആരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും കുക്കിംഗ് പറയണത് നമ്മുടെ തലയിൽ തന്നെ. ഒരാൾ നോക്കി മൊബൈൽ നോക്കിയിട്ടിരിക്കണ്. എന്താ ഉദ്ദേശം? വീട്ടിലല്ലേ? കെട്ടിയനൊന്ന് സഹായിച്ചൂടെ? ഈശ്വര, എന്താണ്? അതെ, ഇടയ്ക്കൊന്ന് അങ്ങനെ ശ്രദ്ധിച്ചൂടെ? എന്തായാലും ചൊറിയാൻ ഇരിക്കണല്ലേ? എന്താ ചൊറിഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വല്ല നിർബന്ധം ഉണ്ടോ? ഞാനാണ് ഇവിടെ കഴുകി തന്നത്, അരിഞ്ഞു തന്നത്. അതിപ്പോ ഇവിടെ നിന്ന് ചെയ്യല. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിയല്ലോ, കുറച്ചു മുന്നേ വന്ന് എന്തൊക്കെ ചെയ്യണം നോക്കിയല്ലോ. ഞാൻ അവിടെ ഇരിക്കാന്ന് കാണാൻ കൃമികടിയല്ലേ? അല്ല, വന്ന് നോക്കിയാ പോരെ, ഇത് കുക്ക് ചെയ്യണേ. ഇത് കുക്ക് ചെയ്യുമ്പോ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞ കാരണല്ലേ ഞാൻ അവിടെ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞോ? പിന്നെ ഗൈസ്, ഇനിയൊരു കാര്യം ഗൈസ്, ഒരു കേസും ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നൈസായിട്ട് അല്ല ഈ ഭർത്താക്കന്മാരോ കാര്യമുണ്ട് കേട്ടോ. ഭർത്താക്കന്മാരെല്ലാരും പറയുന്നില്ല, ചിലവരുണ്ടാവും. എന്താണെന്നറിയോ, ഞാൻ കുക്ക് ചെയ്യാൻ പറഞ്ഞ് ഒരുക്കി കേട്ടോ. പക്ഷെ അതിനുള്ള എല്ലാ ഒരുക്കലും നമ്മൾ ഒരുക്കി കൊടുക്കണം. കഴുകല്, അരിഞ്ഞ് കൊടുക്കല്, എല്ലാം A to Z നമ്മൾ ഒരുക്കി കൊടുത്തിട്ട് എന്നിട്ട് ഇവിടുന്ന് കുക്കറിൽ അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തേന്ന് പറയുന്ന ടൈപ്പാണ് ഈ ഇരിക്കുന്നതാണ്. ഒന്നുകിൽ ഞാൻ വേണം, അല്ലെങ്കിൽ അവരമ്മ വേണം, ഏട്ടൻ്റെ അമ്മ വേണം. രണ്ടുപേരും ഒരാളില്ലെങ്കിൽ മൊത്തമായിട്ട് അഥവാ എന്തെങ്കിലും ചെയ്താലോ ഈശ്വരോ A to Z പറഞ്ഞിട്ട് പൊലമ്പി തള്ളി. നമ്മളൊക്കെ എത്ര ചെയ്തിട്ടുണ്ട്, അതൊന്നും കാണില്ല. ഹലോ, ഞാൻ എല്ലാം ഉണ്ടാക്കല എളുപ്പം, അരിയലാണ് ടഫ്. അതിന് വേണ്ടിയുള്ള സാധനം ഒരുക്കി വെക്കല ടഫ്. വൺസ് അത് ഒരുക്കി കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ച് ചെയ്യാൻ അത്ര വലിയ പണിയല്ല. മനസ്സിലായോ? മൊത്തമായിട്ട് ചിക്കൻ മൊത്തം എവിടെ ഒരു ഉള്ളി ഉണ്ടല്ലോ, അരിയാന്ന് പറഞ്ഞിട്ട് ഒരു ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടോ. കണ്ണു നോട്ട് എന്നെ കൊണ്ട് വയ്യ പോയി ഇരുന്നു. എന്നിട്ട് ബാക്കിയൊക്കെ നമ്മളെ ചെയ്തത് വലിയ അവസ്ഥയിൽ ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞാല് വേറെ ചൊറിയാണല്ലേ? എല്ലാം ഞാനല്ല ഇപ്പൊ ചെയ്തന്നെ. ആര് പിന്നെ മറ്റേതൊക്കെ ആരൊക്കെ ചെയ്തു? ഇഞ്ചി അതന്നെ. ഒന്നെങ്കിൽ ഞാൻ അമ്മ അതന്നെ. അതിനെപ്പോ ഞാനും പറഞ്ഞു അടുപ്പത്തിട്ട് അത് ഓക്കെ, അടുപ്പത്തിട്ടു, അതിന്റെ ടേസ്റ്റ് എല്ലാം പറഞ്ഞു. എന്താ സംഭവം മനസ്സിലായോ? പെണ്ണുങ്ങളെ വീട്ടിലുണ്ടെങ്കിലും ആണുങ്ങൾ തന്നെ കുക്ക് ചെയ്യണം. ഫൈനൽ ഇതിന്റെ ഇക്വേഷൻ അത്രേ ഉള്ളൂ. ഹലോ, അങ്ങനെയൊന്നുമില്ല. പിന്നെന്താണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്തേ തരില്ലായിരുന്നല്ലോ. ഈ കട്ട് ചെയ്തൊക്കെ അവർക്ക് പിന്നെ കുക്കിംഗ് അറിയുന്നവർക്ക് അറിയാം ഇതിൽ ഏതാണ് ശരി. നല്ല മതി, ആയിക്കോട്ടെ. ഉരുണ്ടു, എനിക്ക് അവാർഡും കിട്ടി. ഓക്കെ, മതി. പോകോ, സാറില്ല പൊടിയൊക്കെ തട്ടിത്തരാം. ഉരുണ്ടിട്ട് വീണെടുത്ത് എടുത്തിട്ട് അത്യാവശ്യമായിട്ടുണ്ട്. നീ വെള്ളം ഒന്ന് കുറുക്കിയെടുക്കണം, റെഡ്യൂസ് ചെയ്യണം. ശേഷം കുറച്ച് കെച്ചപ്പ് ചേർക്കണം, കുറച്ച് പെപ്പർ ആഡ് ചെയ്യണം. ഏകദേശം ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ള പെപ്പറാണ്, ഇത് ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റിലിരിക്കണം. ഹാഫ് ആൻ അവർ റെസ്റ്റിലിരുന്നെങ്കിൽ അതിൻ്റെ ആ മസാലക്കൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് അതിലോട്ട് പിടിച്ച് ഒന്ന് സെറ്റ് ആവുള്ളൂ. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യണം. നമ്മുടെ വ്ളോഗേ എഡിറ്റ് ചെയ്തിട്ടില്ല, ഷൂട്ട് ചെയ്തിട്ട് ഇന്നലെ റെഡിയാക്കി ഇട്ടിട്ടേ ഉള്ളൂ. ഇനി ഇന്ന് റെഡിയാക്കി എടുക്കണം. എന്തായാലും ബാക്കപ്പ് ഉണ്ട്. 1-2 ദിവസം അങ്ങോട്ടും ആയിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. 3-4 ദിവസത്തെ ബാക്കപ്പ് വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ എന്തായാലും മുടങ്ങാൻ പോകുന്നില്ല. 12:30 മണിയായി. ഏകദേശം ഒരു 3/4 മണിക്കൂർ റെസ്റ്റിന് ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ റോസ്റ്റഡ് ചിക്കൻ. ഇനി പോയിട്ട് കഴിക്കാം. അല്ല, ആർക്കും വിശപ്പൊന്നും ഇല്ലേന്നാവോ? കഴിക്കുക. ഇത് സണ്ണത്ര അമ്മ സണ്ണിന് 2 കുട്ടികൾ അത്ര. ഓഹോ, 3 കുട്ടികള്. അതെങ്ങനെ റെസ്റ്റ് എടുത്താ മതിയോ? കഴിക്കണ്ടേ? വിശക്കണില്ലേ? ആയി. അത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടോ? അപ്പൊ എനിക്കിഷ്ടായി കേട്ടോ, എനിക്കിഷ്ടായി. വേറെ കഴിച്ചിട്ട് പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന് പറയാലോ. വായിൽ വെക്കണതിന് മുമ്പ് ടേസ്റ്റ് അറിയണ പരിപാടി എന്താ? വായിൽ വെച്ചൊക്കെ അറിയാൻ പറ്റും. വെച്ച ഓർമ്മ തന്നെ. ഓഹോ,
ഇതുവരെ ടൊമാറ്റോ സോസ് ചിക്കനിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിൻ്റെ ഒരു പുളിപ്പുണ്ട്. ലെമൺ പിന്നെ പിഴിയാറുണ്ട്. ബട്ട് സ്റ്റിൽ ലെമൺ ഫ്രൈയിലേ പിഴിയാറുള്ളൂ, ഇതിൽ യൂസ് ചെയ്യാറില്ല. അത് വേറൊരു ഡിഫറെൻറ്റ് ഇതാണ്. ഏതായാലും ഓൾ ടുഗദർ വെരി നൈസ്, സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടമായി. ഫസ്റ്റ് ടൈം അല്ല ഉണ്ടാക്കണേ? ഫസ്റ്റ് ടൈമാന്ന് പറയുന്നത് കേട്ടോ. വാവുക്കുട്ടി, സ്വത്തിന് ചിക്കൻ മീമി ഇഷ്ടമായോ? ആ വലിയ പനിയാണ് സ്വത്തിന് വേണ്ടി കളിപ്പിക്കാൻ പറയല്. സ്വത്തിന് ഇത് ഇഷ്ടമായോ? നോക്ക്, ഇത് ഇഷ്ടമായോ വാവയ്ക്ക്? ചിക്കൻ മീമി ഇഷ്ടമായോ? മതിയോ? ആ വെള്ളം ധരിക്കണോ? എന്റെ വാവയ്ക്ക് ചിക്കൻ ഇഷ്ടമായില്ലേ? ഇഷ്ടായോ? ഒരു വായ ചിക്കൻ കഴിക്കും, ഒരു കഷ്ണം ചിക്കൻ കഴിക്കും, ഒരു വായ മാമു കഴിക്കും, അങ്ങനല്ലേ കഴിക്കുക? വാന്നോ വേണ്ട, ചിക്കൻ മാത്രം കഴിച്ചോ? സന്തോഷമായി അച്ഛന്. ഇഷ്ടായോ നമുക്ക്? ആണ്, എന്താ പറയാനുള്ളത്? ഇഷ്ടായി മതി. ഇഷ്ടായിട്ട് ആന്ന് പറഞ്ഞില്ലേ? പിന്നെന്ത് പറ്റി? എന്താ പറ്റാനുള്ളത് തിന്നാ ഇഷ്ടായിട്ടുണ്ട്. 1 മണി ആയിട്ടേ ഉള്ളൂ. ഇവിടെ എല്ലാവരുടെയും ലഞ്ച് കഴിഞ്ഞു. ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പക്ഷേ അമ്മയ്ക്ക് ശരിക്കും അങ്ങോട്ട് ഇഷ്ടമായില്ല. ഈ ഗോബി മഞ്ചൂരിയൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന റെസിപ്പികൾ അമ്മയ്ക്ക് എന്താ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്താ അറിയില്ല. ഇതിന് മുമ്പ് ഉണ്ടാക്കിയ പെപ്പർ ചിക്കൻ ഇഷ്ടമായി, പെപ്പർ റോസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ കുട്ടിക്ക് എനിക്ക് അമ്മൂനൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ, അന്ന് നമ്മള് ഗോബി മഞ്ചൂരിയൻ അവിടുത്തെ ഹോട്ടലിൽ വാങ്ങിച്ചു വന്നില്ലേ, അത് സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഴിച്ചല്ലോ. അതും ഇതേ കെച്ചപ്പൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ, അതെങ്ങനെ കഴിച്ച്? അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ ഡ്രൈ ആയിരുന്നു, നല്ല തിക്കായിരുന്നു. ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. 2ാം വട്ടം കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ളത് വാങ്ങിച്ചു, അത് കഴിച്ചില്ല. അപ്പൊ ലിക്വിഡ് അപ്പൊ എനിക്ക് തന്നെ ഇഷ്ടമായില്ല. അപ്പൊ ഇത് ഡ്രൈ മോഡൽ തന്നെ ആയിരുന്നല്ലോ, അറിയില്ല. അതെ, മസാല ഡ്രൈ ആയിട്ടാകുമ്പോ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുമല്ലോ. ഇത് ഡ്രൈ അത്ര ആയിരുന്നില്ല. കുറച്ച് ചോറില് പരട്ടി കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയത്. ഡ്രൈ ഇനി ആക്കാം, മതി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഇഷ്ടമായില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ്. സാധാരണ വാവക്കുട്ടിക്കാണ് ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നത്. ഇപ്പൊ വാവക്കുട്ടിക്ക് ഇഷ്ടമായി. സ്വത്തിന് ചിക്കൻ മീമി ഇഷ്ടമായില്ലേ? ആ, ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു രസം ഉണ്ടായി. വാവക്കുട്ടി വാഷ് ബേസിന്റെ മുകളിൽ പോയിട്ട് തല ഇടിച്ചു. അവളുടെ ഹൈറ്റിനാണല്ലോ. അമ്മയുടെ ഒപ്പം കൈ കഴുകാൻ വേണ്ടിയിട്ട് ഓടിയതാണ്. അവിടെ അടിയിൽ വെള്ളം കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അമ്മ കൈ കഴുകിയിട്ട് ഇങ്ങോട്ട് പോരണ വഴിക്ക് ഇത്തിരി വെള്ളം താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ ചവിട്ടി തല ഒന്നിടിച്ചു ചെറുതായിട്ട്. അപ്പം അത്യാവശ്യം വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഉഴിഞ്ഞ് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വേദന ഉണ്ടോ വാവയ്ക്ക്? വേദന ഉണ്ടോ? അച്ഛ ഉഴിഞ്ഞ് വന്നിട്ട് പോയില്ലേ? ആ, കാലാണോ വേദന ഉള്ളത്? ഇവിടുത്തെ വേദന പോയില്ലേ? കുറേശ്ശെ ഉണ്ടാവും. ആ, കുറേശ്ശെ ഉണ്ടാവും വാവേ. കുറച്ച് കഴിയുമ്പോൾ അത് പൊക്കോളൂ കേട്ടോ. മാമൊക്കെ കഴിച്ചതല്ലേ, കുറച്ചു നേരം കിടന്ന് ഉറങ്ങി നോക്കാം. നമ്മുടെ ഈ അവസ്ഥ ഒന്ന് നോക്കിയേ. കാല് നോക്കാൻ നിലത്ത് മുട്ടുന്നുണ്ടോന്ന് തുടങ്ങി എന്നെ കളിയാക്കാൻ. അല്ലെങ്കിൽ നോക്കിയേ കാല് നിലത്ത് മുട്ടുന്നുണ്ടോന്ന്. അല്ലെങ്കിലും അധികം ഉയരണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ റീസെന്റ് ആണ് മനസ്സിലാക്കിയത്. ഇയാൾക്ക് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോ പോലും ചേർന്ന് കാല് നിലത്ത് മുട്ടൂല എന്നുള്ള സത്യം. നന്നായി മനസ്സിലാക്കിയാല്. അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് ഹൈറ്റ് ആയിട്ട് ഊര വാങ്ങിച്ച് വേദനിക്കണ്ട, അവിടെ വേദന പറഞ്ഞ് കിടക്കാനില്ല. എന്നെക്കാളും ഭേദം. ആ, കുഴപ്പമില്ല. ഇല്ല, കിട്ടാനുള്ള പൈസ എന്തായി? ഞാൻ ഇയാൾക്ക് അയാൾ അയച്ച വോയിസ് ഞാൻ തിരിച്ച് ഇയാൾക്ക് അയച്ചിട്ടുണ്ട്. അയച്ചോ? അത് പ്ലേ ചെയ്ത് നോക്കാം. ഈ ക്ലയന്റും ഞാനും തമ്മിലുള്ളതിന്റെ ഇടനിലയിലുള്ള ആളാണ്. അത് ഒരു ഇതിൽ നിൽക്കുകയാണ്, അതാണ് പ്രശ്നം. കാരണം അദ്ദേഹത്തിന് കൊട്ടേഷൻ കൊടുത്ത് പുള്ളി കൊടുത്തോളാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. കാരണം പുള്ളിയുടെ ഒരുപാട് ഡിസൈൻ ഇതിനു മുമ്പ് ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ചെയ്തത്. അതാണ് പ്രശ്നം. അത് നിങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ ഞാൻ തന്നെയല്ലല്ലോ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ 7 പേരുടെ ഒരു ബോർഡാണ്. അത് പുള്ളി തന്നെ കൊടുക്കണം എന്ന് കമ്പനി പറയും, പുള്ളി തിരിച്ചും പറയും. അപ്പൊ അത് ഇപ്പൊ ഇച്ചിരി നല്ല തിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കണം. ഒരു കുറച്ച് ദിവസം ഒന്ന് കഴിയോട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. പുള്ളി ഒരു പ്രത്യേക ക്യാരക്ടറാണ്. പുള്ളിയായിട്ട് സംസാരിച്ചാൽ നമ്മൾ നേടൂല.
കുറച്ച് ദിവസം എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടാവില്ല. അവർക്ക് അറിയില്ല. എന്താ പണി ചെയ്ത് കൊടുക്കണ്ട്, കയ്യിൽ കാശ് അവർ തരുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് ഇടപാടൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ഫാമിലി ഉള്ളതല്ലേ. എനിക്കറിയാൻ പാടില്ല. ഒരു മാസം 1.5 മാസത്തിൻ്റെ മുകളിലായി. ഇതിനു മുമ്പ് ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് കുറച്ച് പൈസ കിട്ടാണ്ട് എന്നുള്ളൊരു കാര്യം. എന്താ ക്ലയൻസ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതല്ലാതെ വേറെ വരുമാന സ്രോതസ്സൊന്നുമില്ല. ഫ്രീലാൻസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ വേറെ എവിടെയും ജോലി ചെയ്യില്ലല്ലോ ഒരു കമ്പനിയിൽ കൃത്യമായിട്ട് സാലറി കിട്ടാൻ. അപ്പോൾ കിട്ടേണ്ട പൈസ കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫ് കുറച്ച് പ്രശ്നത്തിലാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇത്തിരി വലിയൊരു ഫണ്ടാണ്, അതാണ് ഇവർ കിട്ടാത്തത്. ഇപ്പോൾ 1000 10,000 ആണെങ്കിൽ കുഴപ്പമില്ല, 20,000 ആണെങ്കിലൊക്കെ എങ്ങനെയും ഒപ്പിക്കാമെന്ന് വെക്കാം. ഇത് കുറച്ചുകൂടി വലിയൊരു ഫണ്ടാണ്. അപ്പോൾ അത് കിട്ടി വരണമെങ്കിൽ ഇതാണ് ചില പ്രശ്നം. ഇത് ക്ലയൻസ് മൊത്തം കേരളത്തിലാണ്, ഞങ്ങൾ പിന്നെ തമിഴ്നാട്ടിലാണ്, ചെന്നൈയിലാണ്, അറിയാലോ. അപ്പോൾ ഈ ഒരു ദൂരം നമുക്ക് നേരിട്ട് പോയി ചോദിക്കാനോ പിടിച്ചു വാങ്ങാനോ അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ലല്ലോ. എനിക്കറിയില്ലടാ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നല്ലെങ്കിൽ വേറെ ക്ലയൻസിനെ പിടിക്കുക, കുറച്ച് വർക്കുകൾ വേറെ സെറ്റ് വേറെ ക്ലയൻസിനെ പിടിക്കുക. ശരി, ഇതിലിപ്പോൾ നമ്മുടെ ടൈം പോയി, എനർജി പോയി, നമ്മുടെ മൈൻഡ് പോയി, നമ്മുടെ എന്താ പറയുക ഐഡിയാസ് എല്ലാം വേസ്റ്റ് ആയില്ലേ. തരുന്നതാണ് പറയണത്, കുറച്ച് സമയം കഴിഞ്ഞിട്ടെങ്കിലും എന്നൊക്കെയാണ് ഇവര് പറച്ചില്. ഈ കുറച്ച് സമയം 1.5 മാസമായി ഇത്. സത്യം പറയാലോ, 1.5-2 മാസം അടുത്തായില്ലേ ഇത്. എനിക്ക് ഹോപ്പില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തരാനുള്ള പൈസ ക്ലയൻറ്റ് തരും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.